ഹൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമായിട്ടാണ് സാർ വന്നിരിക്കുന്നത്. ഈ ഒരു ഭാഗം പഠിക്കേണ്ടതുണ്ടോ എന്ന് മക്കൾക്ക് സ്റ്റിൽ ഡൗട്ട് ഉണ്ടാവും. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ആദ്യം പഠിച്ച് കഴിഞ്ഞൊരു ഭാഗമാണല്ലോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ് സാർ വന്നിരിക്കുന്നത്. എന്തായാലും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് നമ്മുടെ എക്സാമിനേഷന്. ഏത് ഭാഗമാണ്? യെസ്, നഗരങ്ങളും അതിൻ്റെ സവിശേഷതകളും, ഫീച്ചേഴ്സ് ഓഫ് സിറ്റീസ് എന്നാണ് നമുക്ക് എടുക്കാനുള്ള ഭാഗം. ഓക്കെ, ഈ ഒരു ഭാഗം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എടുത്തു പോവാം. എന്തൊക്കെയാണ് നഗരങ്ങളുടെ സവിശേഷതകൾ, നഗരങ്ങളെക്കുറിച്ച് എഴുതുക, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നഗരങ്ങളുടെ സവിശേഷതകൾ, ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യണം എക്സാമിനേഷന്. അതുകൊണ്ട് തന്നെ എല്ലാ മക്കളും ഇത് കൃത്യമായിട്ടും പഠിച്ചു പോകണം. ഈ ഒരു ഭാഗം മക്കൾ ഒരു ബോക്സ് ഒക്കെ കണ്ടു അല്ലേ? അപ്പോൾ ഈ ഒരു ബോക്സ് ഒക്കെ ആകുമ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചുകൊണ്ട് സ്കിപ്പ് ചെയ്യരുത്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം തന്നെയാണ് നമുക്ക് എക്സാമിനേഷന്. അപ്പോൾ ഓരോ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, സെൻറ്റർ ഓഫ് ഡൈവേഴ്സിറ്റി ആണ്. വൈവിധ്യങ്ങളുടെ കേന്ദ്രമാണ് എന്ത് നഗരങ്ങൾ എന്ന് പറയുന്നത്. ബിക്കോസ് അവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് ഉണ്ട്. സ്പീക്ക് ഇൻ മെനി ലാംഗ്വേജ്. വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ പല ഭാഷകൾ സംസാരിക്കുന്ന ആളുകളെ നമുക്ക് എവിടെ കാണാൻ പറ്റും? സിറ്റീസിൽ കാണാൻ പറ്റും. മറ്റൊന്ന്, ഡിഫറെൻ്റ് ആയിട്ടുള്ള വേഷങ്ങളായിരിക്കും, ഡിഫറെൻറ്റ് ക്ലോത്ത്സ് ആയിരിക്കും അവരെന്ത് ചെയ്യുക, വെയർ ചെയ്യുന്നത്. അവർ വ്യത്യസ്തമായിട്ടുള്ള വസ്ത്രങ്ങളായിരിക്കും, പല വേഷങ്ങളായിരിക്കും അവർ അണിയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഫോളോ ഡൈവേഴ്സ് ഫുഡ് ഹാബിറ്റ്സ്. വിവിധ തരത്തിലുള്ള ഭക്ഷണ രീതികളായിരിക്കും ആർക്കുണ്ടാവുന്നത്? സിറ്റീസിലെ ആളുകൾക്ക് ഉണ്ടാവുന്നത്. അതിലൊരു കോമൺ പാറ്റേൺ ഉണ്ടാവണമെന്നില്ല. വിവിധ തരത്തിലുള്ള ഭക്ഷണ രീതികളായിരിക്കും. ഇപ്പോൾ നമ്മൾ റൂറൽ ഏരിയാസിൽ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഗ്രാമപ്രദേശങ്ങളെ നോക്കുന്ന സമയത്ത് അവിടെ എന്തായിരിക്കും, ഒരു എന്താ പറയുക, ഒരു സ്റ്റേബിൾ ഫുഡ് ഉണ്ടാവും, അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുന്നെങ്കിൽ സിറ്റീസിലേക്ക് വരുമ്പോൾ അവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പീപ്പിൾസ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട് അല്ലെ, പല ആവശ്യങ്ങൾക്ക് വേണ്ടി. അതുകൊണ്ട് തന്നെ വ്യത്യസ്ത ഭക്ഷണ രീതികളായിരിക്കും ഉണ്ടാവുന്നത്. അങ്ങനെ നമ്മൾ ഈ പറയുന്ന സെൻറ്റർ ഓഫ് ഡൈവേഴ്സിറ്റിയാണ്, വൈവിധ്യങ്ങളുടെ ഒരു കേന്ദ്രമാണെന്ത് സിറ്റീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പലവിധ തൊഴിലുകളുടെ ദേശമാണ്, ലാൻഡ് ഓഫ് ഡിഫറെൻറ്റ് ഓക്യുപ്പേഷൻസ്. നമുക്ക് കാണാൻ പറ്റും സിറ്റീസിലെ ആളുകൾ എന്ന് പറയുന്നത് വ്യത്യസ്ത ജോലികളിൽ ഏർപ്പെടുന്ന ആളുകളാണ്. ഇപ്പം നമുക്ക് കാണാൻ പറ്റും വ്യവസായം, അല്ലെങ്കിൽ എന്താ പറയുക, വ്യാപാരത്തോട് ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്ന ആളുകളുണ്ടാവും, അല്ലെങ്കിൽ ഓക്യുപ്പേഷൻ റിലേറ്റഡ് ടു ഇൻഡസ്ട്രി ആൻഡ് ട്രേഡ്. അത്തരത്തിലുള്ള ആളുകൾ എവിടെ നമുക്ക് കാണാൻ പറ്റും? സിറ്റിയിൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ തൊഴിലുകൾ വിവിധ സാമ്പത്തിക സാമൂഹിക വർഗ്ഗങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ സിറ്റിയിലെ വിവിധ തരത്തിലുള്ള ഡിഫറെൻറ്റ് സോഷ്യോ ഇക്കണോമിക് ക്ലാസ്സസ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു എന്താ പറയുക, ഡിഫറെൻറ്റ് ജോബ്സ് ആയതുകൊണ്ട് തന്നെ ഡിഫറെൻറ്റ് ജോബ്സ് ആകുമ്പോൾ അവരെന്തുണ്ടാവും, ഇക്കണോമിക്കലി വളരെ വീക്ക് ആയിട്ടുള്ള ആളുകളുണ്ടാവും, വളരെ റിച്ച് ആയിട്ടുള്ള ആളുകളുണ്ടാവും അല്ലേ. ഇങ്ങനെ ഡിഫറെൻറ്റ് ക്ലാസ്സസ് എന്ത് ചെയ്യുന്നുണ്ട്, ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് സിറ്റീസിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ തന്നെ തൊഴിൽ സംഘടനകൾ രൂപീകരിക്കപ്പെടുന്നുണ്ട്. ബിക്കോസ് വ്യത്യസ്ത തൊഴിലുകൾ ഉണ്ടാവും, അപ്പോൾ അവരുടേതായിട്ടുള്ള തൊഴിൽ സംഘടനകൾ അല്ലേ, ഡിഫറെൻറ്റ് ഓക്യുപ്പേഷൻ എന്തുണ്ടാവും, ദെയർ ഓൺ ലേബർ ഓർഗനൈസേഷനും ഫോം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ മക്കൾ ചോദിക്കും, അപ്പോൾ അർബൻ ഏരിയാസിൽ മാത്രമാണോ, റൂറൽ ഏരിയാസിലും അല്ലെങ്കിൽ സിറ്റീസിലും മാത്രമാണോ, ഗ്രാമപ്രദേശങ്ങൾ വില്ലേജ് ഏരിയാസിലും ഇങ്ങനെ ഡിഫറെൻറ്റ് ഓക്യുപ്പേഷൻ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ, നമ്മൾ വില്ലേജ് ഏരിയാസിലേക്ക് പോകുമ്പോൾ നമുക്ക് മെയിൻലി കാണാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. യെസ്, അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കും കൂടുതൽ ആളുകളും ജോലി ചെയ്യുന്ന അല്ലേ. കൃഷിയുമായി ബന്ധപ്പെട്ട ജോലികളായിരിക്കും കൂടുതൽ ആളുകളും ചെയ്യുന്നത്. പക്ഷേ സിറ്റിയിലേക്ക് വരുമ്പോൾ കൃഷി മാത്രമല്ല, കൃഷിക്ക് പുറമേയുള്ള ജോലികളാണ്. വളരെ കുറച്ച് ആളുകൾ മാത്രമായിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്, അഗ്രികൾച്ചർ ആക്ടിവിറ്റി. മേ ബി ഡിപ്പെൻഡ് ചെയ്യണമെന്നില്ല, വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ കൃഷിയെ ഡിപ്പെൻഡ് ചെയ്യുക. മറ്റുള്ള ആളുകളൊക്കെ വ്യത്യസ്ത ജോലികൾ ചെയ്യുന്ന ആളുകളായിരിക്കും. അപ്പോൾ ലാൻഡ് ഓഫ് ഡിഫറെൻറ്റ് ഓക്യുപ്പേഷൻ ആണ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും സെൻറ്റർ ഓഫ് ലാർജ് ബിൽഡിങ്സ്. വലിയ കെട്ടിടങ്ങളുടെ കേന്ദ്രമാണിത് സിറ്റികൾ എന്ന് പറയുന്നത്. ഫ്ലാറ്റ് ഉണ്ടാവും, മാളുകൾ ഉണ്ടാവും, സൂപ്പർ മാർക്കറ്റ്സ് ഉണ്ടാവും, ബംഗ്ലാവുകൾ ഉണ്ടാവും. ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് വലിയ വലിയ ബിൽഡിങ്സ് നമുക്ക് എവിടെ കാണാൻ പറ്റും? സിറ്റീസിൽ കാണാൻ പറ്റും. അപ്പോൾ വലിയ കെട്ടിടങ്ങളുടെ കേന്ദ്രം കൂടിയാണിത് നമ്മുടെ നഗരങ്ങൾ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ പറയുന്ന മറ്റൊന്നാണ് നഗര ജീവിത രീതികൾ, ലൈഫ് സ്റ്റൈൽ. അർബൻ ലൈഫ് സ്റ്റൈൽ നോക്കുന്ന സമയത്ത് ഫാഷനുകളും അതുപോലെ തന്നെ മോഡേൺ ലൈഫ് സ്റ്റൈൽ ആയിരിക്കും, അതുപോലെ തന്നെ ഡൈവേഴ്സ് ലൈഫ് സ്റ്റൈൽ ആയിരിക്കും. അതായത് ഫാഷനുകളും ആധുനിക ജീവിത രീതിയായിരിക്കും എവിടെ ഉണ്ടാവുന്നത്? നഗരങ്ങളിൽ. അല്ല, നമ്മൾ പറയാറില്ലേ, എൻ്റെ ഒരു പത്രാസ് നോക്കും സിറ്റിയിലാണ്, നഗരത്തിലാണ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അപ്പോൾ ഭയങ്കര മോഡേൺ ആയിട്ടുള്ള, ഭയങ്കര ഫാഷൻ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ആയിരിക്കും ആരുണ്ടാവുന്നത്? സിറ്റിയിലെ ആളുകൾക്കിടയിൽ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ വൈവിധ്യപൂർണ്ണമായിട്ടുള്ള ജീവിത ശൈലികളായിരിക്കും ആർക്കുണ്ടാവുന്നത്? ഈ പറയുന്ന സിറ്റിയിലെ ജനങ്ങൾക്ക് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ലാസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് കൂടുതൽ ജനസാന്ദ്രത ഉണ്ടാവും. ഹൈ പോപ്പുലേഷൻ ഡെൻസിറ്റി നമുക്ക് എവിടെ കാണാൻ പറ്റും? സിറ്റീസിൽ കാണാൻ പറ്റും. ബിക്കോസ് നമ്മൾ ഗ്രാമങ്ങളെ നോക്കുന്ന സമയത്ത് ഗ്രാമങ്ങളൊരു വീട് അടുത്ത വീടിലേക്ക് കുറച്ച് അത്യാവശ്യം ഡിസ്റ്റൻസും അതുപോലെ തന്നെ ചില എന്തുണ്ടാവും, കൃഷിയിടങ്ങളും അങ്ങനെ കുറേ പാടങ്ങളും അങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും ഉണ്ടാകുന്നത്. പക്ഷേ സിറ്റിയിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും അടുത്തടുത്തായിട്ടായിരിക്കും വീടുകൾ അല്ലേ, അല്ലെങ്കിൽ അടുത്തടുത്തായിട്ടായിരിക്കും ഫ്ലാറ്റുകളൊക്കെ ആയിട്ടായിരിക്കും ആളുകൾ താമസിക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ ഏരിയയിൽ തന്നെ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾസിന് എന്ത് ചെയ്യാൻ പറ്റും? താമസിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഹൈലി ഡെൻസ് പോപ്പുലേഷൻ നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ പോപ്പുലേഷൻ ഡെൻസിറ്റി ഹൈ ആണ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഏരിയാസിന് ആളുകൾ വന്ന് താമസിക്കുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ വീടുകളൊന്നും ഇല്ല. ഇപ്പം നമ്മൾ
കാണാൻ പറ്റും. അന്യ സംസ്ഥാന തൊഴിലാളികളൊക്കെ വന്ന് താമസിക്കുമ്പോൾ വീടുകളൊന്നും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അവർ എന്ത് ഫോം ചെയ്യും? സ്ലംസ്, ചേരികളൊക്കെ രൂപപ്പെടാനുള്ള കാരണം ഉണ്ടാവാറുണ്ട് സിറ്റീസിൽ. അപ്പോൾ സ്ലംസും എന്ത് ചെയ്യാറുണ്ട്? ഫോം ചെയ്യപ്പെടാറുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കുറേ ഡിമെറിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, പൊല്യൂഷൻ, അങ്ങനെ ഇങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് സിറ്റീസ്? നഗരങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ മക്കൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം അവിടെ എഴുതിയാൽ മതി. അവിടെ മക്കൾക്ക് എന്തുറപ്പിക്കാം? മാർക്ക് ഉറപ്പിക്കാം. അപ്പോൾ താങ്ക് യു ഓൾ, എല്ലാവരും പഠിച്ചു വെക്കുക. താങ്ക് യു ഓൾ, ബൈ.